ഇന്ന് ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് തൃപ്രയാറുള്ളൊരു രാമൻ്റെ ക്ഷേത്രം ദർശിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ 4:30ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് എൻ്റെ 2 ഇണക്കുരുവികൾ. എവിടെ ചെന്നാലും ഇവർ ഒരുമിച്ചായിരിക്കുള്ളൂ. ഭയങ്കര സ്നേഹമാണ് രണ്ടാളും. ചെന്നപ്പോൾ തന്നെ ഇവരെ രണ്ടാളെ നിർത്തി ചറപറ ഒരുപാട് ഫോട്ടോസ് അങ്ങോട്ട് എടുത്തു. ഞാനത്ര പ്രൊഫഷണലല്ല ഫോട്ടോസ് എടുക്കാനായിട്ട്. എന്നാലും ഞാൻ 5-6 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അമ്പലത്തിൽ കയറിയിട്ട് ഒരു പ്രത്യേക വൈബാണ്, നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയുള്ളൊരു അമ്പലത്തിൽ കയറിയത്. ഈ ഒരു അമ്പലത്തിൽ പോയ ആൾക്കാർക്ക് ഒരു പ്രത്യേക വൈബാണ്. ഒരു കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ചെന്ന് അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കും പോലെ ഇരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അമ്പലത്തിൻ്റെ പുറത്തുള്ള ഈ ഒരു ഗണപതികളാണ്. പ്രത്യേകിച്ച് ഈ വയലിൻ വായിക്കുന്ന ഗണപതികൾ. ഇത് ഒറ്റ കല്ലിൽ കൊത്തി തീർത്തേക്കണോ അതോ കോൺക്രീറ്റിൽ തീർത്തേക്കണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് കേട്ടോ. അവിടെ എല്ലാം നടന്നു കണ്ടു. ഈ ഒരു സ്തൂപെല്ലാം ഫോട്ടോ എടുത്തു. ഇവിടെ ഉണ്ടോ നമ്മുടെ കാറ് പാർക്ക് ചെയ്തത്. ഇവിടെ നിന്നെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. വണ്ടിയുടെ എൻജിൻ ഊരിക്കിടക്കുകയാണ് ഗൈസ്. ഈ ഒരു കണ്ടീഷനിലാണ് ഞാനൊരു 100 കിലോമീറ്ററോളം ഈ ഒരു വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ സ്റ്റെബിലൈസർ മൗണ്ടിൻ്റെ ബോൾട്ട് ഒടിഞ്ഞു പോയേക്കായിരുന്നു ഗൈസ്. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മഴയായിരുന്നു, ഭയങ്കര മഴ. മേഘവിസ്ഫോടനം കേട്ടിട്ടില്ല, അതുപോലെ നമുക്ക് ദൂരമുള്ള ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ എതിരെ വരുന്ന വണ്ടി ബ്രൈറ്റും കൂടെ ഇട്ട് തന്നപ്പോൾ ശുഭം. കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ പറ്റാണ്ട് ഞാൻ വലിയൊരു കുഴി കൊണ്ടുവന്ന് പട്ടക്കേന്നും പറഞ്ഞ് വീഴ്ത്തിയായിരുന്നു. ആ ഒരു വീണ ഇമ്പാക്റ്റിൽ വണ്ടിയുടെ ആ ഒരു നെട്ട് ഒടിഞ്ഞു പോയി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാവരും വണ്ടി ഡ്രൈവ് ചെയ്യണവരാണ്. ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബ്രൈറ്റിലാണെങ്കിൽ ഡിം ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനും എനിക്കുണ്ടായ ഈ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് കിളി പോയി നിൽക്കുമ്പോഴാണ് ഞായറാഴ്ചയാണെന്നുള്ളൊരു ഓർമ്മ വന്നത്. എന്നാലും വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് വർക്ക്ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. കൈയോടുകൂടി വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് പണിത് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ എൻജിൻ ഫൗണ്ടേഷൻ ഒന്നും പോയില്ലായിരുന്നെങ്കിൽ, അതായത് ഈ നെട്ടൊന്നും വിട്ടു പോയില്ലായിരുന്നെങ്കിൽ ഈ ഒരു ലെവലിലിരിക്കും. കണ്ട 16 വാൽവിനിരിക്കുന്നുണ്ട്. ആ ഒരു ലെവലിലാണ് നമ്മുടെ എൻജിൻ്റെ ഒരു നോർമൽ ടൈപ്പ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, നെട്ട് പോയതുകൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങൾ മൊത്തത്തിൽ ഇരുന്ന് പോയത്.